ദുരന്തബാധിതർക്ക് താക്കോല് കൈമാറുന്ന ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നു. അപ്പം ഇതില് നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ ഒരു പ്രസ്താവന നടത്തി. അതായത് ഞങ്ങൾ കല്ലിടുകയും ചെയ്യും, അതിന്റെ മുകളിൽ കല്ല് വെച്ച് കെട്ടിപ്പൊക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർക്ക് ഒരു ചുരുക്കം ഉണ്ടാവുമല്ലോ. സതീശൻ പറഞ്ഞത് അത് രാഷ്ട്രീയമായി പോയി, ആ പറഞ്ഞൊരു വാക്ക് രാഷ്ട്രീയമായി പോയി എന്നുള്ള രീതിയിൽ അതിനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച്, അതായത് എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ളതാണ് തോന്നുന്ന ഉദ്ദേശം. എന്തായാലും സതീശൻ അതിനെ വലിയ വിഷയമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ശരിയാണ്. ഇതില് അതിനകത്ത് പറഞ്ഞതിനകത്ത് രാഷ്ട്രീയമല്ല, അത് ഒരു വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്താ, മറ്റാരെയും ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ കല്ലിട്ടിട്ട് വെറുതെ കല്ലിട്ട് മടങ്ങാൻ വന്നവരല്ല എന്ന് പറഞ്ഞത് ഒരു പക്ഷേ സതീശിന് കൊള്ളാനുള്ള കാരണം എന്ന് വെച്ചാൽ പുനർജനി പദ്ധതിയുടെ കല്ലിപ്പോഴും അവിടെ കിടക്കുന്നു, ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കല്ലുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടിട്ടിട്ടുള്ളവരാണ് കോൺഗ്രസ്സുകാർ. അതൊരു ഉമ്മൻചാണ്ടി കാലത്തെ അനുസ്മരിച്ചത് അവരുടെ കുഴപ്പമാണ്. അവർക്ക് എന്തുകൊണ്ടാണ് കല്ലിട്ടെടുത്ത് ഇവർക്ക് കെട്ടിപ്പൊക്കാൻ കഴിയാതെ പോയത്? അതെ, ശരിക്കും പറഞ്ഞാൽ അതായത് നല്ലത് ആ ഒരു അവസ്ഥയാണ്. കെ രാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വെറുതെ കല്ലിട്ടിട്ട് പോകാൻ വന്നതല്ല, ഞങ്ങൾ അതിന്റെ മേളിൽ കല്ല് വെച്ച് കെട്ടി ഇത് ഇങ്ങനെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിനകത്തൊരു രാഷ്ട്രീയ ലാക്കുണ്ടെന്നും അതൊരു രാഷ്ട്രീയ പ്രസ്താവനയാണെന്നും ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തിനാണ് വെറുതെ വി ഡി സതീശൻ പൊക്കിക്കൊണ്ട് വന്നത്? അപ്പൊ എന്താ ഇവിടെ ഉടനെ അതിന് രാഷ്ട്രീയമായി ആക്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത്, അവിടെ വീട് ടൗൺഷിപ്പ് കൊടുത്തു, ഇതൊരു രാഷ്ട്രീയ ഞാൻ മറ്റൊരു വീഡിയോയിലും പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പരിപാടി അല്ല, ഇത് സർക്കാരിന്റെ ഒരു പൊതുപരിപാടിയാണ്. അതുകൊണ്ടാണല്ലോ ടി സിദ്ദിഖിനെ പോലെ അവിടുത്തെ ഒരു MLA പങ്കെടുപ്പിച്ചത്. അതൊരു സർക്കാർ പ്രോഗ്രാം ആയതുകൊണ്ടാണ്. ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാൾ സർക്കാരിന്റെ പ്രതിനിധിയാണ്, സർക്കാരിന്റെ ഭാഗമാണ്. ഇപ്പൊ നിയമസഭയാണല്ലോ സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ഈ നിയമസഭയിലെ ഒരു പ്രതിനിധി കൂടിയാണ് നമ്മുടെ ടി സിദ്ദിഖ്. അപ്പൊ അതുകൊണ്ട് ടി സിദ്ദിഖിനെ ഉൾപ്പെടുത്തിയത്. ഇതിപ്പോ ഒരു പാർട്ടി പരിപാടി ആയിരുന്നെങ്കിൽ സിദ്ദിഖിനെ അവിടെ വിളിക്കേണ്ട ആവശ്യമില്ല. കുറെ CPM-കാരെ മാത്രം വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രി CPI-കാരെ മാത്രം വിളിച്ചുകൊണ്ട് പരിപാടി നടന്നു പോയനെ. പക്ഷെ ഇവിടെ ഒരു പാർട്ടി പരിപാടി അല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത്, രാജൻ പറഞ്ഞത്, ഇത് ഞങ്ങൾ കല്ലിട്ടിട്ട് പോകാൻ വന്നവരല്ല. മീൻസ് വെറുതെ ഒരു കല്ലിടുക, എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുക, ജനങ്ങൾ അതിന്റെ പുറത്ത് ഇപ്പൊ കല്ല് കിടപ്പുണ്ടല്ലോ, കല്ലങ്ങ് വളർന്നോളും എന്ന് കരുതിയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വന്നവരല്ല. ഞങ്ങൾ അതിന്റെ പുറത്ത് കല്ലൊക്കെ വെച്ച് കെട്ടി ഞങ്ങൾ വീടുകളാക്കി കൊടുക്കാൻ വേണ്ടി വന്നവരാണ് എന്നുള്ള ഒരു പ്രസ്താവന. ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയിട്ട് മറ്റേ ഒരു സിനിമയ്ക്കകത്ത് CID മൂസയ്ക്കകത്ത് ജഗതി പറയുന്ന പോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന പോലെ സതീശൻ ഉടനെ ഇതിനെ കയറി ഏറ്റെടുത്തു. രാഷ്ട്രീയമായി സംസാരിച്ചു. ഇനി പറയട്ടെ, രാഷ്ട്രീയമല്ല, ഇനി യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ നിന്ന് സംസാരിക്കട്ടെ. രാഷ്ട്രീയം അല്ലാതെ ജനങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇവിടെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ വീട് ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇവിടെ കല്ലിട്ടു, എന്നത്തേക്ക് അത് കെട്ടിപ്പൊക്കാൻ പറ്റും? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പം വയനാട് തന്നെ കുന്നപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സ്ഥലം കണ്ടെത്തി, അവിടെ കല്ലിടിയിൽ നടന്നു. കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം വന്നു, പിന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ പിന്നെ വരുന്നു, വഴക്കിടുന്നു, അതിനകത്ത് താടിക്ക് പിടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പോയിട്ട് അവിടെ എന്നത്തേക്ക് വീട് റെഡിയാവും? ഒരു OJ ജനീഷിനെ ഇപ്പൊ കാണാനില്ല, അദ്ദേഹം മുങ്ങിയടക്കാണ്. OJ ജനീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ 1,05,00,000 രൂപയുണ്ട്, ഞങ്ങൾ KPCC കൊടുക്കുന്നു. അപ്പൊ ചോദിച്ചു, വീട് എന്നത്തേക്ക് വരും? അത് നിങ്ങൾ ഒന്നും പേടിക്കണ്ട, എന്താണ് സർക്കാർ വീട് കൊടുക്കുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ വീട് ഉണ്ടാവും എന്ന് OJ ജനീഷ് പറഞ്ഞു. ഇപ്പൊ പുള്ളി എവിടെയാന്ന് പോലും അറിയില്ല. പിന്നെ എവിടെ പലരും ചോദിക്കുന്നുണ്ട്, സർക്കാർ വീട് കൊടുത്തു, നിങ്ങളുടെ വീട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ OJ ജനീഷിന് മിണ്ടാൻ വല്ലതും ഉണ്ടോ? ആർക്കും ഒന്നും മിണ്ടാനില്ല. അപ്പം കല്ലിടിയിൽ എന്ന് പറയുന്നത് പൊതുവിൽ കോൺഗ്രസിന്റെ ഒരു സ്വാഭാവികമായ എന്താ പറയുക വഞ്ചനയുടെ അല്ലെങ്കിൽ നയപരമായ ഒരു പരിപാടിയാണ് കല്ലിടിയിൽ. അപ്പോൾ കല്ലിട്ട് കഴിയുമ്പോൾ എന്താ വിചാരിക്കുക, ഇതിന്റെ പുറത്തിപ്പോൾ ഉടനെ അടുത്ത കല്ല് വരും എന്ന് എല്ലാവരും വിചാരിക്കും. നമ്മുടെ കേരളത്തിൽ അങ്ങനെ നടക്കാതെ പോയ എത്രയധികം പദ്ധതികളുണ്ടെന്നറിയോ? ഉമ്മൻചാണ്ടി ആണെങ്കിൽ തന്നെ കല്ലിടും, ആ പരിപാടി നടക്കത്തില്ല. അത് ഒന്നുകിൽ ഉമ്മൻചാണ്ടിക്ക് കല്ല് പൊക്കിക്കൊണ്ട് ഒരാളാവതില്ല എന്നിട്ടാ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ തന്നെ ഈ ഉമ്മൻചാണ്ടിക്ക് ഇട്ട് വിട്ടു. ഇത് തന്നെ നടന്നിട്ടുള്ളത്, പലയിടങ്ങളിലും നടന്നിട്ടുള്ള കേസുകൾ അങ്ങനെയാണ്. ഏറ്റവും ഒടുവിൽ പിന്നെ ഉമ്മൻചാണ്ടി വികസന വിരോധിയാവും, പിന്നെ കല്ലിടിയിലുകാരൻ മാത്രമാവും. ഇപ്പൊ തന്നെ കുന്നംപറ്റ എന്ന സ്ഥലത്ത് കല്ലിട്ടിട്ടുണ്ട്. ഈ ആർക്കെങ്കിലും ഒരു വിശ്വാസമുണ്ടോ? നമ്മുടെ സാധാരണക്കാരായി എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇവിടെ വീടുണ്ടാവുമെന്ന്, അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റൂ? എനിക്ക് തോന്നുന്നില്ല. അതിലത്ര വിശ്വാസമില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പൈസ പിരിച്ചു എന്ന് പറയുന്നു. ഇപ്പൊ സർക്കാരിന്റെ ഇപ്പം പറയുന്ന പോലെ ചിലർ ഉദാഹരിക്കുന്ന ചില കാഴ്ച കഴിഞ്ഞ് നമുക്ക് ചൊറിച്ചിൽ കയറി വരും. ഒരു 780 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട് അത്രേ.
അതായത് CMDRF-ൽ 750 കോടി രൂപയുണ്ട്. ഇപ്പൊ ഇവിടേക്ക് ഒരു വീടിന് 20 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ വെച്ചിട്ട് ഈ പറയുന്ന 175 വീടുകൾ ഇപ്പം കൊടുക്കുന്നത്. ഇതിന് എത്ര രൂപ വരും? എന്നാലും 20 കോടി 20 ലക്ഷം വെച്ചിട്ടാണെങ്കിലും ആകെപ്പാടെ 35 കോടിയോ 40 കോടി അതിനകത്തേ വരത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു അത്രയും ബാക്കി പൈസ എവിടെ പോയി എന്നാ ഇപ്പൊ എല്ലാവരും അന്വേഷിക്കുന്നത്. 780 കോടിക്കകത്ത് നിന്ന് ആകെപ്പാടെ 35 കോടിയോ 40 കോടിയോ എങ്ങാണ്ട് വീട് വെക്കാൻ ചിലവായുള്ളൂ. ബാക്കി എവിടെ? ബാക്കി തുക ആര് കൊണ്ടുപോയി? അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ചില സൈബർ ഹാൻഡിലുകൾ ഇങ്ങനെ പടച്ചു വിടുന്ന സാധനമാണ്. ഇത് ബാക്കി എവിടെ പോയി? സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ അയ്യോ സർക്കാർ വലിയ വെട്ടീര് നടത്തി, സർക്കാർ ബാക്കി പൈസയൊക്കെ പിണറായി വിജയൻ വീട്ടിൽ കൊണ്ടുപോയി, കുറച്ചെടുത്ത് K രാജൻ വീട്ടിൽ കൊണ്ടുപോയി, കുറച്ച് പൈസ എടുത്ത് മുഹമ്മദ് റിയാസ് കൊണ്ടുപോയി വീട് വെച്ചു, കുറച്ച് പൈസ ഗോവിന്ദമാഷിന്റെ കൊടുത്തു വിട്ടു കണ്ണൂരേക്ക്. ഇങ്ങനെയെല്ലാം വ്യാപകമായി ഈ സാധനം ഓടാൻ വേണ്ടിയിട്ട് ചില സൈബർ ഹാൻഡിലിൽ പടച്ചു വിടുന്നൊരു സാധനമാണ്. ഇപ്പൊ ഈ അബിൻ വർക്കി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവാനിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഇപ്പം പുള്ളി ഡൽഹിയിൽ എവിടെയാണ്. അപ്പൊ പുള്ളിയെ കൊണ്ടുവന്നിട്ട് പുള്ളി ഇടയ്ക്ക് ഇതുപോലെ കണക്ക് പറഞ്ഞിട്ടുണ്ട്, 750 കോടി എവിടെ, ബാക്കി എവിടെ? ഞങ്ങൾ ഇത്ര കോടിയല്ലേ ആവുള്ളൂ, ബാക്കി പൈസയൊക്കെ എവിടെ എന്ന് ചോദിക്കുകയാണ്. അവിടെ എന്താണ് നടന്നതെന്നോ എന്താണ് അവിടുത്തെ പ്രോജക്റ്റ് എന്നോ ഈ പൊട്ടന്മാർക്കാർക്ക് മനസ്സിലായില്ലെന്നാണ് എനിക്ക് മനസ്സിലാകത്തത്. അതൊരു ടൗൺഷിപ്പ് ആണെന്നും വെറുതെ 4 കട്ട എടുത്ത് വെച്ച് വീട് വെക്കുന്നുള്ള പരിപാടിയല്ല ഇത് എന്നുള്ള കാര്യം എന്താ ഇവർക്ക് മനസ്സിലാവാത്തത്? അവിടെ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വീടിന്റെ ഡിസൈനിങ്ങിൽ തന്നെ മാറ്റം ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ കണ്ടിട്ടുള്ളതാ. പിന്നെന്താണ് ഈ വീടിന്റെ ഡിസൈനിങ് എങ്ങനെയാന്ന് സിദ്ദിഖിന് നന്നായിട്ട് അറിയാം. സിദ്ദിഖിന് നന്നായിട്ട് അറിയാം ഈ വീട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. താഴെ നിന്ന് മുകളിലോട്ടുള്ള കെട്ട് ഏത് രീതിയിലാണ്, എത്ര പില്ലറുകൾ വരുന്നുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് അതിന്റെ ഡിസൈനിങ് സംബന്ധിച്ചിട്ടും എല്ലാം നല്ല അറിവുള്ള ഒരാളാ സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ. ആ പുള്ളിക്ക് കണക്കറിയാം, പുള്ളിക്കറിയാം. പിന്നെ അവിടെ വരാൻ പോകുന്നത് വെറും വീട് വെപ്പ് മാത്രമല്ല എന്നും അതൊരു ടൗൺഷിപ്പ് ആണെന്നും അതിന് എത്ര കോടി രൂപ ചെലവായി വരും എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. ഇപ്പൊ ഒരു ആശുപത്രി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആശുപത്രി വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ബിൽഡിംഗ് മാത്രം മതിയോ? ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കകൾ ഉൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതല്ലേ ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ. അല്ല വെറുതെ ബിൽഡിംഗ് പണിഞ്ഞിട്ട് അതിന് ആശുപത്രി എന്ന് പറയാൻ പറ്റൂ, ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി പ്രോജക്റ്റുകൾ അവിടെ വരുന്നുണ്ട്. പാലങ്ങൾ വരുന്നുണ്ട്, കലുങ്കുകൾ വരുന്നുണ്ട്, ഈ പറയുന്ന ജലസംഭരണികൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ്. അതിനാണ് ഈ മണ്ടന്മാരി പറഞ്ഞു നടക്കുന്നത് ഇത്രയല്ലേ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ആ വീട് എന്ന് പറയുന്ന ഒരു ഒറ്റ ചോദ്യമുള്ളൂ ജനങ്ങൾക്ക്. നിങ്ങൾ ആ വീട് വെക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എന്നത്തേക്ക് വീട് വെച്ച് തരാൻ പറ്റും? ഇതാണ് മിനിമം ചോദ്യം. ഏപ്രിൽ മാസത്തോടു കൂടി സംസ്ഥാന സർക്കാർ വീട് പൂർത്തീകരിക്കും. അതായത് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഏകദേശം 412 വീടുകളുണ്ട്. ആ വീടുകളുടെ എല്ലാം നിർമ്മാണം ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിച്ച് ബാക്കി അതായത് ടൗൺഷിപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ളവർക്ക് കൂടെ വീടും കൊടുക്കും. ടൗൺഷിപ്പ് ഓപ്പൺ ചെയ്ത് ജനങ്ങളെ അങ്ങ് ഏൽപ്പിക്കുക കഴിയുന്നത് ഏപ്രിൽ മാസത്തോടു കൂടി. അപ്പോഴും നമ്മുടെ മുന്നിലുള്ള 2 മാസം, ഏപ്രിൽ ലാസ്റ്റ് വരെ വെച്ചാലും 2 മാസം കൂടി ഉള്ളൂ, ഈ മാർച്ചും ഏപ്രിലും. അപ്പോഴും പിന്നെ ഈ 2 മാസം കൊണ്ട് കോൺഗ്രസ്സുകാർ ഈ തറക്കല്ലിട്ടെടുത്ത് വീടുണ്ടാക്കണം. ടാസ്ക് ആലോചിച്ച് നോക്ക്. തറക്കല്ലിട്ടെടുത്ത് വീടുണ്ടാക്കിയിട്ട് വേണം ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ. എന്ത് ചെയ്യും? നടക്കുന്ന കാര്യമാണോ? അത് കോൺഗ്രസ്സുകാർക്ക് അറിയാം. ഇതിനി നടക്കാൻ പോകുന്നില്ല. കാര്യം ഫണ്ട് വേണം. ആ ഫണ്ട് എവിടെയാണ് അത് കണ്ടുപിടിക്കണം. 100 വീടാണ് പറഞ്ഞിരിക്കുന്നത്. 100 വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 8 ഏക്കർ സ്ഥലം വേണം. 8 ഏക്കർ സ്ഥലം മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു 100 വീട് മാത്രമായിട്ട് വെക്കാൻ പറ്റൂ. കാര്യം ഒരു 8 സെന്റ് ഒരാൾക്ക് കൊടുക്കണം. ഏറ്റവും കുറഞ്ഞ ഞാൻ പറയുന്നത് ഒരാൾക്ക് 8 സെന്റ് പ്രോപ്പർട്ടി, അതിലൊരു വീട്. അങ്ങനെ 100 വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 800 സെന്റ് പ്രോപ്പർട്ടി വേണം. 800 സെന്റ് പ്രോപ്പർട്ടിക്ക് അതായത് വീടിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം 800 സെന്റ് വേണം. 800 സെന്റ് എന്ന് പറഞ്ഞാൽ 8 ഏക്കർ ഭൂമിയാണ്. ഈ 8 ഏക്കർ മാത്രം മതിയോ? പോരാ. ഈ 8 ഏക്കർ ഒരു 9 വേണ്ടി വരും. കാര്യം എന്താ? റോഡ് കണക്ടിവിറ്റി വേണം ഇവർക്ക് എല്ലാവർക്കും. അപ്പൊ ഏകദേശം ഒരു 8-9 ഏക്കർ ഭൂമിയെങ്കിലും ഇല്ലാതെ ഇവർക്ക് അവിടെ ഈ ഒരു പ്രോജക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഇതിന് സാങ്കേതിക പ്രശ്നമാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇവിടെ വെറും 3.25 ഏക്കർ വെച്ചുകൊണ്ടാണ് അവർ 100 വീട് ഉണ്ടാക്കാൻ പോകുന്ന പ്ലാൻ ഇടുന്നത്. എങ്ങനെ വന്നാലും ഈ 100 ഏക്കർ ഈ പറയുന്ന 3.25 ഏക്കറിനകത്ത് 30 വീടിൽ കൂടുതൽ വെക്കാൻ പറ്റത്തില്ല. 30 വെക്കാൻ പറ്റില്ല. മാക്സിമം 30 വീട്.
കാര്യം 8 സെന്റ് വീതം ഒരാൾക്ക് കൊടുക്കുന്നു എന്നും പറയുന്നു. അപ്പൊ എവിടെയാണ് കള്ളക്കളി നടക്കുന്നത്? അപ്പൊ സ്വാഭാവികമായും ഇത് മേലോട്ട് പോകാനുള്ള ഒരു പ്രോജക്റ്റ് അല്ല എന്ന് ജനത്തിന് മനസ്സിലാവും, പൊതുജനത്തിനറിയാം ഇത് മേലോട്ട് പോകാനുള്ള ഒരു പ്രോജക്റ്റ് അല്ല, വെറും വാഗ്ദാനം മാത്രമാണ്. ഈ കല്ലിടിയിൽ വേറൊരു നാടകമാണ്, അതൊരു വെറും ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ വെറും ഒരു ജനങ്ങളെ കബളിപ്പിക്കലാണ് എന്നുള്ള കാര്യം ജനത്തിന് ബോധ്യപ്പെട്ടു. അപ്പൊ ഇത് കെ രാജൻ അവിടെ നിന്ന് പറഞ്ഞു. ആ പറഞ്ഞ വേദി കറക്റ്റ് വേദിയാണ്. സർക്കാർ ജനങ്ങൾക്ക് ഒരു ടൗൺഷിപ്പ് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കെ രാജൻ പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. കല്ല് ഇടുക അല്ല, അവിടെ പകരം അവിടെ വീടുണ്ടാക്കി കാണിച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ ആലോചിച്ചു, DYFI എന്ന് പറയുന്ന സംഘടന, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന വേറൊരു സംഘടന, ഈ DYFIക്കാര് പ്രഖ്യാപിച്ചു ഞങ്ങൾ ഒരു 25 വീടിനുള്ള പൈസ അറേഞ്ച് ചെയ്ത് തരാം. ഒരു 25 വീട്. യൂത്ത് കോൺഗ്രസ് എത്രയാണ് പ്രഖ്യാപിച്ചത്? 30 വീട് പ്രഖ്യാപിച്ചു. അതായത് DYFI 25 പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഒരു 5 കൂടെ കയറ്റി 30 അങ്ങ് തന്നേക്കാം എന്ന് പ്രഖ്യാപിച്ചു. ഈ DYFIക്കാര് സർക്കാരിന് 100 വീടിനുള്ള പൈസ കൊടുത്തു. 100 വീട് വെക്കാനുള്ള പൈസ സർക്കാരിന് കൊടുത്തു. സർക്കാരിന് കൊടുക്കുക മാത്രമല്ല, ഇപ്പത്തെ DYFIക്കാർ ചെയ്ത അടുത്ത പരിപാടി ഉണ്ടോ? ഇതിനകത്ത് എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ DYFIക്കാർ ചെയ്ത് എന്താ, 178 വീടുകൾ കൊടുത്തു സർക്കാർ. ഇപ്പോ കൊടുത്ത സമയത്ത് ഈ 178 വീടുകളിലേക്ക് ഓരോ സ്മാർട്ട് TV DYFIയുടെ വക സർപ്രൈസ് ഗിഫ്റ്റ്. ഇവിടെ DYFI നമുക്കറിയാം ആക്രി പെറുക്കി കൊണ്ടുവന്ന സമയത്ത് ഇവര് എന്തോരം കളിയാക്കി. ആക്രി പെറുക്കുന്നവരാണ്, പേപ്പർ കളക്ഷനും അതിനൊക്കെ പോയ സമയത്ത് എന്തെല്ലാം തരത്തിൽ കളിയാക്കിയതാണ് DYFIക്കാര്. അവർ 100 വീടിനുള്ള പൈസയും കൊടുത്തു, അതോടൊപ്പം ഇത് കൂടാതെ എല്ലാ വീടുകളിലേക്കും ഓരോ TV. ഇത്രയൊക്കെ ഒരു യുവജന സംഘടന ചെയ്താൽ പോരെ? ഇവിടെ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുന്നു? അവരിപ്പോഴും കണക്ക് പറയാൻ നടക്കുക. അവർക്ക് ഇപ്പോഴും കണക്കിന്റെ കാര്യത്തിൽ അവർക്കൊരു ബോധ്യം വന്നിട്ടില്ല. അപ്പൊ ഇത്രയും ചതി ചെയ്ത് നിൽക്കുന്ന, ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നിൽക്കുന്ന CPM കോൺഗ്രസിനെ പോലൊരു പാർട്ടിയുടെ കാര്യം അവിടെ കെ രാജൻ പറഞ്ഞതിൽ എനിക്ക് ഒട്ടും അത്ഭുതം തോന്നില്ല, അദ്ദേഹത്തെ കുറ്റം പറയാനും തോന്നില്ല. അദ്ദേഹം പറഞ്ഞ വളരെ യാഥാർത്ഥ്യമാണ്. കല്ലിട്ട് മടങ്ങൽ, അത് അവരുടെ സ്റ്റാൻഡാണ് പറഞ്ഞത്. CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് പറഞ്ഞത്. ഞങ്ങൾ കല്ലിട്ട് മടങ്ങാൻ വേണ്ടി വന്നവരല്ല, അവിടെ അതിന്റെ പുറത്ത് എല്ലാം വെച്ച് കെട്ടിക്കൊടുക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. അതിന് പൊളിറ്റിക്കലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ വായിച്ചെടുത്തോട്ടെ, വായിച്ചെടുക്കേണ്ടത് ഈ രീതിയിൽ വേണം വായിച്ചെടുക്കാൻ എന്ന് മാത്രം.